അധ്യാപകരില്ലാത്തതുമൂലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുന്നു. ഓണപരീക്ഷ അടുത്തിട്ടും മാത്സിനും എക്കണോമിക്സിനും ഇതേവരെ അധ്യാപകരെത്തിയിട്ടില്ല. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് മേധാവിയായ അധ്യാപകന്റെ തന്നിഷ്ടവും അഴിമതിയുമാണ് മറ്റൊരു വിഷയം. രണ്ട് വിഷയത്തിലും മാത്സിനും എക്കണോമിക്സിനും ഇതുവരെയായിട്ട് ഒരു സാറിനെ നിയമിച്ചിട്ടില്ല. ഇവിടുത്തെ മാനേജർ അഴിമതിയുടെ പേരിൽ സസ്പെൻഷനിലാണ്. പകരം ഒരു റിസീവറിനെ അടിയന്തരമായിട്ട് ഇവിടെ നിയമിക്കണം. ഒപ്പം NSS ശരിക്കും നിയമപരമായിട്ട് 50 കുട്ടികളെ മാത്രം പ്രവേശിപ്പിക്കാൻ പറ്റുന്ന ഒരു NSS യൂണിറ്റിൽ NSS ക്യാമ്പിൽ ഇവിടുത്തെ ഹരിഹരൻ പിള്ള എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ശരിക്കും 67 പേരെയാണ് ഇവിടെ നിയമിച്ചിട്ടുള്ളത്. അതും 1 രൂപ പോലും വാങ്ങാൻ പാടില്ല എന്നാണ് NSS മാനുവലിൽ പറയുന്നത്. 1000 രൂപ മിനിമം 1000 രൂപ വെച്ചിട്ട് 67 കുട്ടികളെ പുള്ളി ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 67 പേരും ക്യാമ്പിലും പങ്കെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബാക്കി 17 പേരെ ഇപ്പൊ ഇവർ പുറത്താക്കാനുള്ള പ്രയത്നത്തിലാണ്. അതിൽ ഓൾറെഡി 8 പേരെ അവർ പുറത്താക്കി കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ 2 അധ്യാപകരെയും അടിയന്തരമായി നിയമിക്കുക, അത് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന യുവജന സംഘടനയുടെ ആവശ്യമായി തന്നെ ഞങ്ങളോട് പറയുകയാണ്. അതിനുള്ള SFIയുടെ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയുള്ള സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് DYFI ഈ സമരം ഏറ്റെടുക്കുകയും അതിനുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഇവിടുത്തെ പ്രധാന അധ്യാപകന് എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം എത്രയും പെട്ടെന്ന് അതിന് നടപടി ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം പ്രതികരിക്കാതിരിക്കരുത്, നിങ്ങൾ പ്രതികരിക്കാൻ വേണം. നിങ്ങൾ പ്രതികരിച്ചാലേ ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. അപ്പോൾ അപ്പോഴും വന്നൊരു വിഷയം നേരത്തെ പറഞ്ഞതുപോലെ പുള്ളി കർഷക സംഘത്തിനാണ്. അതൊന്നും നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ പ്രശ്നം തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. 50 കുട്ടികളിൽ കൂടുതൽ ഒരു സ്കൂളിലെ NSS യൂണിറ്റിൽ അംഗങ്ങളാകാൻ പാടില്ല എന്നാണ് നിയമം. യൂണിറ്റ് മേധാവി 67ഓളം കുട്ടികളെ ചേർത്തു. കുട്ടികളിൽ നിന്നും 1000 രൂപയും 2000 രൂപയും വെച്ച് പണപ്പിരിവ് നടത്തുന്നതായാണ് മറ്റൊരു ആരോപണം. ഇപ്പൊ നമ്മൾ 67 പേരെ എടുത്ത് ഈ 67 ഒരാൾ ഞാനാണ്. എന്റെ ഒന്നും ഈ ലൈബ്രറിയിലേക്കായിട്ട് ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഈ പൈസ അല്ലാതെ മേടിച്ചു. NSSന്റെ പൈസ ഇപ്പൊ കിട്ടൂല, അത് കുറെ 1 വർഷം കഴിയുമ്പോഴേ പൈസ കിട്ടൂ എന്ന് പറഞ്ഞ് എല്ലാവരും 1000, 500, 2000 വെച്ച് മേടിച്ചിട്ടുണ്ട്. ഇതിനെതിരെ പ്രതിഷേധമുയർത്തി SFI DYFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും സ്കൂൾ പ്രഥമാധ്യാപകൻ ACV ന്യൂസിനോട് പറഞ്ഞു. ACV ന്യൂസ്, ആറ്റിങ്ങൽ.